പ്രിയ കുട്ടികളെ, എല്ലാവരെയും കൊമേഴ്സ് ട്യൂട്ടർ വീഡിയോസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ലാസ് 12 ബിസിനസ് സ്റ്റഡീസിലെ 7ാമത്തെ ചാപ്റ്റർ ഡയറക്റ്റിംഗ് ഈ പാഠത്തിൻ്റെ 4ാമത്തെ പാർട്ടിലേക്കാണ് കിടക്കുന്നത്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഡയറക്റ്റിംഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലമെൻ്റായിട്ടുള്ള മോട്ടിവേഷനാണ് ആരംഭിക്കുന്നത്. ഡയറക്റ്റിങ്ങിൻ്റെ 4 പ്രധാനപ്പെട്ട എലമെൻസിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന മോട്ടിവേഷൻ തന്നെയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കഴിവുള്ള ജീവനക്കാർ അനവധിയെങ്കിലും പലപ്പോഴും ഹാർഡ് വർക്ക് ചെയ്യുന്നവർ പരിമിതമായിരിക്കും. അതുകൊണ്ട് സ്കില്ല് മാത്രം ഉണ്ടായാൽ പോരാ, ജീവനക്കാർ സ്ഥാപനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു വില്ലിങ്നെസ് ആവശ്യമാണ്. അവിടെ ഹാർഡ് വർക്ക് ചെയ്യാൻ വില്ലിങ്നെസ് ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മോട്ടിവേഷൻ അഥവാ പ്രചോദനമാണ്. അതുകൊണ്ട് തന്നെ പ്രചോദനമാണ് ജീവനക്കാരെ അവരുടെ ഏറ്റവും നല്ല എഫേർട്ട് സ്ഥാപനത്തിലേക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഘടകം. ഇന്നത്തെ ക്ലാസ്സിൽ മോട്ടിവേഷൻ്റെ പ്രത്യേകതകളാണ് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. ആദ്യമായി എന്താണ് മോട്ടിവേഷൻ എന്ന് നോക്കാം. സൈക്കോളജിസ്റ്റ് സേ ഇറ്റ് ഈസ് മോട്ടിവേഷൻ വിച്ച് സ്റ്റിമുലേറ്റ് പീപ്പിൾ ടു ടേക്ക് അപ്പ് വർക്ക് വോളണ്ടിയർലി. സാധാരണ സൈക്കോളജിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നത് ഒരു വ്യക്തിയെ സ്വന്തം ഇഷ്ടപ്രകാരം ജോലി ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഘടകമാണ് മോട്ടിവേഷൻ അല്ലെങ്കിൽ പ്രചോദനം. വോളണ്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി വ്യക്തികളെ സ്റ്റിമുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രചോദിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് മോട്ടിവേഷൻ. ഇൻ മാനേജ്മെൻറ്റ്, മോട്ടിവേഷൻ മീൻസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് സബോർഡിനേറ്റ്സ് ടു ആക്ട് ഇൻ എ ഡിസൈർഡ് മാനർ ടു അച്ചീവ് സർട്ടൈൻ ഓർഗനൈസേഷണൽ ഗോൾസ്. മാനേജ്മെൻറ്റിൽ മോട്ടിവേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് സ്ഥാപന ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട് കീഴ് ജീവനക്കാരെ അവരുടെ പ്രവർത്തനങ്ങളെ ഒരു നിശ്ചിത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രവർത്തനമാണ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് സബോർഡിനേറ്റ്സ് ടു ആക്ട് ഇൻ എ ഡിസൈർഡ് മാനർ. ഒരു നിശ്ചിത രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി കീഴ് ജീവനക്കാരെ സജ്ജമാക്കുന്ന ഒരു പ്രവർത്തനമാണ്, ഒരു പ്രക്രിയയാണ് മോട്ടിവേഷൻ. ഇൻ ഓർഡർ ടു അച്ചീവ് സർട്ടൈൻ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. സ്ഥാപനത്തിൻ്റെ പൊതുലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരെ ഒരു പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് സജ്ജമാക്കുന്ന ഒരു പ്രവർത്തനമാണ് മാനേജ്മെൻറ്റിൽ മോട്ടിവേഷൻ. സോ ഇൻ മാനേജ്മെൻറ്റ്, മോട്ടിവേഷൻ മീൻസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് സബോർഡിനേറ്റ്സ് ടു ആക്ട് ഇൻ എ ഡിസൈർഡ് മാനർ ടു അച്ചീവ് certain organizational goals. Motivation may be defined as a process of stimulating people to action to accomplish desired goals. മോട്ടിവേഷൻ്റെ ഏറ്റവും ലളിതമായ നിർവചനമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മോട്ടിവേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് സ്റ്റിമുലേറ്റിംഗ് പീപ്പിൾ. ജനങ്ങളെ ഉത്തേജിപ്പിക്കുക, അല്ലെ അവരെ പ്രചോദിപ്പിക്കുക. പ്രോസസ് ഓഫ് സ്റ്റിമുലേറ്റിംഗ് പീപ്പിൾ എന്തിനു വേണ്ടിയിട്ട്? ടു ആക്ഷൻ. അവരെ ആക്റ്റീവായിട്ട് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിശ്ചിത ആക്ഷന് വേണ്ടിയിട്ട് അവരെ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സ്റ്റിമുലേറ്റിംഗ് പീപ്പിൾ ടു ആക്ഷൻ. എന്തിനു വേണ്ടി? ടു അക്കംപ്ലിഷ് ഡിസൈർഡ് ഗോൾസ്. ആ നിശ്ചിത ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട്, മുൻകൂട്ടി തീരുമാനിച്ച ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്
വ്യക്തികളെ പ്രവർത്തന സജ്ജമാക്കുന്ന, അവരെ പ്രചോദിപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ്, ഒരു പ്രക്രിയയാണ് മോട്ടിവേഷൻ. സോ മോട്ടിവേഷൻ മേ ബി ഡിഫൈൻഡ് ആസ് എ പ്രോസസ് ഓഫ് സ്റ്റിമുലേറ്റിംഗ് പീപ്പിൾ ടു ആക്ഷൻ in order to accomplish desired goals. Next we shall discuss about some related terms in motivation. മോട്ടിവേഷനുമായിട്ട് ബന്ധപ്പെട്ട 3 വ്യത്യസ്ത പദങ്ങൾ നമ്മളിവിടെ കാണുന്നു. ആദ്യമായി എന്താണ് മോട്ടീവ്? എ മോട്ടീവ് ഈസ് ആൻ ഇന്നർ സ്റ്റേറ്റ് that energizes or activates behavior towards goal. So motivation is an inner state. മോട്ടീവ് എന്ന് പറയുന്നത് ഒരു ഇന്നർ സ്റ്റേറ്റ് ആണ്, ഒരു മാനസിക അവസ്ഥയാണ്. That inner state energizes or activates behavior towards goals. ആ ലക്ഷ്യത്തിനെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലൂന്നി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു മാനസിക പ്രേരണയാണ് അവിടെ മോട്ടീവ് എന്ന് പറയുന്നത്. മോട്ടീവ് അറൈസസ് ഔട്ട് ഓഫ് നീഡ്സ് ഓഫ് ഇൻഡിവിജ്വൽസ്. വ്യക്തികൾക്ക് നീഡ്സ് ഉള്ളത് കൊണ്ടാണ് അവിടെ മോട്ടീവ്സ് ഉണ്ടാകുന്നത്. എക്സാമ്പിൾ ഓഫ് സച്ച് മോട്ടീവ്സ് ആർ ഹങ്കർ, തേഴ്സ്റ്റ്, സെക്യൂരിറ്റി, അഫിലിയേഷൻ, റെക്കഗ്നീഷൻ എക്സെട്ര. അപ്പോൾ ഇങ്ങനെയുള്ള അഭിലാഷങ്ങൾ, ആഗ്രഹങ്ങൾ ഒരു വ്യക്തിയിൽ ഉള്ളതുകൊണ്ടാണ് അയാൾ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട് കർമ്മനിരതനാവുന്നത്. അപ്പോൾ ഒരു വ്യക്തിയെ പ്രവൃത്തിയിലേക്ക് നയിക്കുന്ന അയാളുടെ ആ ഇന്നർ ഫീലിംഗ് ആണ് അവിടെ മോട്ടീവ് എന്ന് പറയുന്നത്. ആ മോട്ടീവാണ് ഒരു വ്യക്തിയെ പ്രവൃത്തിയിലേക്ക് നയിക്കുന്നത്. അത് ചിലപ്പോൾ ഹങ്കർ ആവാം, തേഴ്സ്റ്റ് ആവാം, ആ സെക്യൂരിറ്റി വേണം എന്നുള്ളൊരു ചിന്തയാവാം, അഫിലിയേഷൻ ആവാം, അല്ലെ ലവ്, അഫെക്ഷൻ പോലെയുള്ള കാര്യങ്ങളാവാം, അല്ലെങ്കിൽ അംഗീകാരം ലഭിക്കുക, റെക്കഗ്നീഷൻ എന്നുള്ള കാര്യമായിരിക്കാം. അപ്പോൾ ഒരാളെ ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്ന ആ മാനസിക ഘടകമാണ് മോട്ടീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then secondly about motivation. We know motivation is the process of stimulating people to action to accomplish desired goals. Motivation depends upon satisfying needs of people. ഒരാൾ മോട്ടിവേറ്റഡ് ആകുന്നത് അയാളുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ്. അല്ല, നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അയാൾ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നത്, അയാൾ മോട്ടിവേറ്റഡ് ആകുന്ന ആ രീതിയിലാണ്. സോ മോട്ടിവേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് സ്റ്റിമുലേറ്റിംഗ് പീപ്പിൾ. അപ്പോൾ വ്യക്തികളെ പ്രചോദിപ്പിക്കുന്ന ആ പ്രോസസ്സാണ്, പ്രക്രിയയാണ് മോട്ടിവേഷൻ. എന്നാൽ ഒരാൾ പ്രചോദനമാകണമെങ്കിൽ അയാൾക്ക് നീഡ്സ് ഉണ്ടാവണം. ആ ഒരു ഇന്നർ ഫീലിംഗ് ആണ്, ആ ഫുൾഫിൽ ചെയ്യേണ്ടതായിട്ടുള്ള നീഡാണ് അവിടെ മോട്ടീവായിട്ട് മാറുന്നത്. സോ മോട്ടിവേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് സ്റ്റിമുലേറ്റിംഗ് പീപ്പിൾ ടു ആക്ഷൻ ടു അക്കംപ്ലിഷ് ഡിസൈഡ് ഗോൾസ്. ആൻഡ് മോട്ടിവേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ സാറ്റിസ്ഫൈങ് നീഡ്സ് ഓഫ് പീപ്പിൾ. ആൻഡ് തേർഡ്ലി മോട്ടിവേറ്റേഴ്സ്. എന്താണ് മോട്ടിവേറ്റർ എന്ന് പറഞ്ഞാൽ? മോട്ടിവേറ്റർ ഈസ് ദ ടെക്നിക് യൂസ്ഡ് ടു മോട്ടിവേറ്റ് പീപ്പിൾ ഇൻ ആൻ ഓർഗനൈസേഷൻ. മോട്ടിവേറ്റർ എന്ന് പറയുന്ന ടെക്നിക്കാണ്. ഒരാളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നൽകുന്ന ഘടകം എന്താണോ അതാണ് മോട്ടിവേറ്റർ എന്ന് പറയുന്നത്. മാനേജേഴ്സ് യൂസ് ഡൈവേഴ്സ് മോട്ടിവേറ്റേഴ്സ് ലൈക്ക് പേ, ബോണസ്, പ്രൊമോഷൻ എക്സെട്ര. അപ്പോൾ ഒരു വ്യക്തിയെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ടെക്നിക്കാണോ യൂസ് ചെയ്യുന്നത് അവയാണ് മോട്ടിവേറ്റേഴ്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഉദാഹരണമായിട്ട് ഉയർന്ന ശമ്പളം നൽകുക, ബോണസ് ആനുകൂല്യങ്ങൾ നൽകുക, അല്ലെങ്കിൽ പ്രൊമോഷൻ നൽകുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജീവനക്കാരെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരാളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരാളെ പ്രചോദിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് കാര്യങ്ങളാണോ നമ്മൾ നൽകുന്നത് അവയാണ് മോട്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മോട്ടിവേറ്റേഴ്സ് നൽകിക്കൊണ്ടാണ് ഒരാളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. സോ മോട്ടീവ് എന്ന് പറയുന്നത് ഒരാളുടെ ഇന്നർ സ്റ്റേറ്റാണ്, അല്ലെങ്കിൽ ഒരാളെ പ്രവർത്തനോത്മകമാക്കുന്ന ബേസിക്കായിട്ടുള്ള റീസണാണ് മോട്ടീവ് എന്ന് പറയുന്നത്. അതിലെപ്പോൾ ഹങ്കർ ആവാം, തേഴ്സ്റ്റ് ആവാം, സെക്യൂരിറ്റി ഫീലിങ്സ് ആവാം, അഫിലിയേഷൻ ആവാം, റെക്കഗ്നീഷൻ ആകാം. അങ്ങനെയുള്ള മോട്ടീവ്സാണ് ഒരാളെ ഹാർഡ് വർക്കിന് പ്രേരിപ്പിക്കുന്നത്.
അവിടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരാളെ മോട്ടിവേറ്റ് ചെയ്യുന്ന പ്രക്രിയയാണ്. ഒരാളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന പ്രക്രിയക്കാണ് മോട്ടിവേഷൻ എന്ന് പറയുക. അവിടെ മോട്ടിവേറ്റേഴ്സ് നൽകിയിട്ടാണ്, മോട്ടിവേറ്റേഴ്സിലൂടെയാണ് ഒരാളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മോട്ടിവേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് മോട്ടിവേറ്റേഴ്സ് എന്നറിയപ്പെടുന്നത്. So these three are the related terms of motivation. Then next we shall discuss about the major features of motivation. മോട്ടിവേഷൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെ? മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മോട്ടിവേഷൻ. മോട്ടിവേഷൻ്റെ ഒന്നാമത്തെ പ്രത്യേകതയായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇറ്റ് ഈസ് ആൻ ഇൻറ്റേർണൽ ഫീലിംഗ്. മോട്ടിവേഷൻ ഈസ് ക്വൈറ്റ് ഇൻറ്റേർണൽ. അതൊരു ഇൻറ്റേർണൽ ഫീലിംഗ് ആണ്. ഒരാളുടെ മനസ്സിൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ഒരു കാര്യമാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ആൻ ഇൻറ്റേർണൽ ഫീലിംഗ്. മോട്ടിവേഷൻ ഈസ് ആൻ ഇൻറ്റേർണൽ ഫീലിംഗ്. The desires or needs of human beings are internal, which influence human behavior. ഒരാളുടെ പെരുമാറ്റ രീതികളെ സ്വാധീനിക്കുന്ന ഒരാളുടെ ഇന്നർ ഫീലിംഗ് ആയിട്ടാണ് അവിടെ മോട്ടിവേഷൻ വരുന്നത്. We know the desires or needs of human beings are internal. ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ ഇൻറ്റേർണലാണ്. അതാണ് ഒരാളുടെ പെരുമാറ്റ രീതിയെ സ്വാധീനിക്കുന്നത്. ആ ഇൻറ്റേർണൽ ഫീലിംഗ് ആണ് ഒരാളുടെ പെരുമാറ്റ രീതികളെ സ്വാധീനിക്കുന്നത്. സോ മോട്ടിവേഷൻ ഈസ് ആൻ ഇൻറ്റേർണൽ ഫീലിംഗ്. ഫോർ എക്സാമ്പിൾ, പീപ്പിൾ മേ ഹാവ് ദ ഡിസയർ ഫോർ പൊസസിങ് എ മോട്ടോർ ബൈക്ക്, കംഫർട്ടബിൾ ഹൗസ്, റെപ്യൂട്ടേഷൻ ഇൻ ദ സൊസൈറ്റി എക്സെട്ര. അപ്പോൾ അവിടെ മനസ്സിലാണ് ഇത്തരം ആഗ്രഹങ്ങൾ ഉടലെടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇൻറ്റേർണൽ ഫീലിംഗ് ആണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ ആഗ്രഹങ്ങളൊക്കെ അവനവൻ്റെ മനസ്സിലാണ് ആവിർഭവിക്കുന്നത്. ഒരു മോട്ടോർ ബൈക്ക് വാങ്ങുക, അല്ലെങ്കിൽ വളരെ കംഫർട്ടബിളായിട്ടുള്ളൊരു വീട്ടിൽ താമസിക്കുക, അല്ലെങ്കിൽ സമൂഹത്തിൽ മാന്യമായൊരു വിലയും നിലയും ഉണ്ടാകുക, ഇതൊക്കെ മനുഷ്യൻ്റെ മാനസികമായിട്ട് അവന് സംതൃപ്തി നൽകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇൻറ്റേർണൽ ഫീലിംഗ് ആണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ആ മനസ്സിന് സംതൃപ്തി നൽകലാണ് അവനെ കഠിനാധ്വാനത്തിലേക്ക് പ്രേരിപ്പിക്കുന്നത്. ആൻഡ് സെക്കൻഡ്ലി, ഇറ്റ് പ്രൊഡ്യൂസസ് ഗോൾ ഡയറക്റ്റഡ് ബിഹേവിയർ. ഒരാൾ മോട്ടിവേറ്റഡ് ആകുമ്പോൾ തീർച്ചയായിട്ടും അയാളിൽ നിന്നും ഗോൾ ഡയറക്റ്റഡ് ബിഹേവിയർ ഉണ്ടാകുന്നു. ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് ഒരു വ്യക്തിയെ നയിക്കുന്നത് അയാൾ മോട്ടിവേറ്റഡ് ആയി മാറുമ്പോഴാണ്, അയാൾക്ക് പ്രചോദനം ലഭിക്കുമ്പോഴാണ്. ഒരു വ്യക്തി പ്രചോദനം ലഭിക്കുന്നതിലൂടെയാണ് അയാൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്നത്. സോ മോട്ടിവേഷൻ പ്രൊഡ്യൂസേഴ്സ് ഗോൾ ഡയറക്റ്റഡ് ബിഹേവിയർ. മോട്ടിവേഷൻ റിസൾട്ട്സ് ഇൻ ആക്ഷൻ ടു അച്ചീവ് പ്രീ ഡിറ്റർമിൻഡ് ഗോൾസ്. ഒരാളെ പ്രവൃത്തിയിലേക്ക് നയിക്കുന്നു മോട്ടിവേഷൻ. മോട്ടിവേഷൻ റിസൾട്ട്സ് ഇൻ ആക്ഷൻ ടു അച്ചീവ് പ്രീ ഡിറ്റർമിൻഡ് ഗോൾസ്. ഫോർ എക്സാമ്പിൾ, പ്രൊമോഷൻ ഇൻ എ ജോബ് may be given to employee with the objective of improving his performance. ഒരു വ്യക്തിയെ പ്രചോദിപ്പിക്കുന്ന ഒരു കാര്യമാണ് അയാൾക്ക് പ്രൊമോഷൻ ലഭിക്കുക എന്ന് പറയുന്നത്. ഒരു ജീവനക്കാരന് പ്രൊമോഷൻ ലഭിക്കുക എന്ന് പറയുന്നത് അയാളെ പ്രചോദിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ പ്രചോദനായിട്ടുള്ള വ്യക്തിയിൽ നിന്നും നല്ല പെർഫോമൻസ് ലഭിക്കും. സ്ഥാപനത്തിൽ കൂടുതൽ കഠിനാധ്വാനം ചെയ്യാനുള്ള ഒരു മനസ്സ് അയാൾക്കുണ്ടാവും. അപ്പോൾ അവിടെ ഗോൾ ഡയറക്റ്റഡ് ബിഹേവിയർ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയിയിൽ നിന്ന് ലഭിക്കുന്നു. ഉദാഹരണമായിട്ട് പറഞ്ഞ് ഇവിടെ പ്രൊമോഷൻ നൽകുന്നു. അതിലൂടെ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യാനുള്ളൊരു മനസ്സ് അയാൾക്കുണ്ടാകുന്നു. സ്ഥാപനത്തിന് വേണ്ടി ആത്മാർത്ഥതയോടെ ജോലി ചെയ്യാൻ, അല്ലെങ്കിൽ ബെറ്റർ പെർഫോമൻസ്, അല്ലെങ്കിൽ അയാളുടെ പ്രവർത്തനം മെച്ചപ്പെടാനുള്ള അവസരം അതൊരുക്കുന്നു. സോ മോട്ടിവേഷൻ പ്രൊഡ്യൂസേഴ്സ് ഗോൾ ഡയറക്റ്റഡ് ബിഹേവിയർ. ആൻഡ് തേർഡ്ലി, ഇറ്റ് ക്യാൻ ബി ഐദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. മോട്ടിവേഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് മോട്ടിവേഷൻ ആവാം,
അല്ലെങ്കിൽ നെഗറ്റീവ് മോട്ടിവേഷൻ ആവാം. ഹിയർ പോസിറ്റീവ് മോട്ടിവേഷൻ പ്രൊവൈഡ്സ് റിവാർഡ്സ് ലൈക്ക് ഇൻക്രീസ് ഇൻ പേ, പ്രൊമോഷൻ, റെക്കഗ്നീഷൻ എക്സെട്ര. ഇതൊക്കെ പോസിറ്റീവ് മോട്ടിവേഷനാണ്. അംഗീകാരം കൊടുക്കുക, അല്ലെ പ്രമോഷൻ കൊടുക്കുക, അല്ലെ വേതന വർധനവ് നൽകുക എന്നൊക്കെ പറയുമ്പോൾ അവിടെ പോസിറ്റീവ് മോട്ടിവേഷനാണ്. അതേസമയം നമുക്കറിയാം പണിഷ്മെൻറ്റും വ്യക്തികളെ പ്രചോദിപ്പിക്കുന്നുണ്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അവയൊക്കെ നെഗറ്റീവ് മോട്ടിവേഷനാണ്. നെഗറ്റീവ് മോട്ടിവേഷൻ യൂസസ് പണിഷ്മെൻറ്റ്, സ്റ്റോപ്പിംഗ് ഇൻക്രിമെൻറ്റ്സ്, ത്രട്ടണിങ് എക്സെട്ര. അപ്പോൾ അത്തരത്തിൽ പണിഷ്മെൻറ്റും ഒരു വ്യക്തിയെ കർമ്മനിരതനാക്കാറുണ്ട്. പേടി തോന്നി കൂടുതൽ കഠിനാധ്വാനം ചെയ്യുക, അത് നെഗറ്റീവ് മോട്ടിവേഷനാണ്. പണിഷ്മെൻറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ശമ്പളം വെട്ടിക്കുറയ്ക്കുക, സ്റ്റോപ്പിംഗ് ഇൻക്രിമെൻറ്റ്സ്, ശമ്പള വർധനവ് ഒഴിവാക്കുക, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുക, ത്രട്ടണിങ്, ഇതൊക്കെ നെഗറ്റീവ് മോട്ടിവേഷനാണ്. അപ്പോൾ ഇത്ര നെഗറ്റീവ് മോട്ടിവേഷൻ അതും ഹാർഡ് വർക്ക് ചിലപ്പോൾ പ്രേരിപ്പിക്കാം. എന്നാൽ നമുക്കറിയാം എപ്പോഴും പോസിറ്റീവ് മോട്ടിവേഷനാണ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുക. അപ്പോൾ പോസിറ്റീവ് മോട്ടിവേഷനാണ് എപ്പോഴും ബെറ്റർ ടെക്നിക്ക് എന്ന് പറയുന്നത്. നെഗറ്റീവ് മോട്ടിവേഷനേക്കാളും കൂടുതൽ ഇമ്പാക്റ്റ് പോസിറ്റീവ് മോട്ടിവേഷനായിരിക്കും ഉണ്ടാവുക. ദെൻ ഫോർത്തിലി, ഇറ്റ് ഈസ് എ കോംപ്ലക്സ് പ്രോസസ്സ്. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒന്നാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. കാരണം വ്യക്തികളുടെ പെരുമാറ്റ രീതികൾ വ്യത്യസ്തമാണ്. ഒരാളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു മോട്ടിവേറ്റർ ആയിരിക്കില്ല മറ്റൊരാളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്ര സങ്കീർണമായിട്ടുള്ളൊരു പ്രക്രിയയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. പീപ്പിൾ ഡിഫറെൻറ്റ് ഇൻ ദെയർ എക്സ്പെക്റ്റേഷൻസ് ആൻഡ് റിയാക്ഷൻസ്. അതുകൊണ്ടാണ് മോട്ടിവേഷൻ വളരെ സങ്കീർണമാകുന്നത്. എ പർട്ടിക്കുലർ മോട്ടിവേറ്റർ may not have uniform effect on all members. എല്ലാവരെയും ഒരു മോട്ടിവേറ്റർ ഉപയോഗിച്ച് പ്രചോദിപ്പിക്കാൻ സാധിക്കില്ല. ഓരോരുത്തരുടെയും നീഡ് വ്യത്യസ്തമായിരിക്കും. ഓരോരുത്തരുടെയും മോട്ടീവ്സ് വ്യത്യസ്തമാണ്. ആ മോട്ടീവ്സ് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ മോട്ടീവിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന മോട്ടിവേറ്റേഴ്സ് നൽകിയാൽ മാത്രമേ ഒരാൾ മോട്ടിവേറ്റഡായി മാറുകയുള്ളൂ. അപ്പോൾ വളരെ സങ്കീർണമായിട്ടുള്ളൊരു പ്രക്രിയയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ബിക്കോസ് പീപ്പിൾ ഡിഫർ ഇൻ ദെയർ എക്സ്പെക്റ്റേഷൻസ് ആൻഡ് റിയാക്ഷൻസ്. സോ എ പർട്ടിക്കുലർ മോട്ടിവേറ്റർ മേ നോട്ട് ഹാവ് യൂണിഫോം ഇഫക്റ്റ് ഇൻ ഓൾ ദ മെമ്പേഴ്സ്. അപ്പോൾ എല്ലാവരിലും ഒരേ മോട്ടിവേറ്റേഴ്സ് സക്സസ് ആവണമെന്നില്ല. കാരണം ഓരോരുത്തരുടെയും ചിന്താഗതിയും പെരുമാറ്റ രീതികളും വ്യത്യസ്തമാണ്. ഓരോരുത്തരെയും പ്രചോദിപ്പിക്കുന്നത് വ്യത്യസ്ത ഘടകങ്ങളായിരിക്കാം. അപ്പോൾ വ്യത്യസ്തമായുള്ള മോട്ടിവേറ്റേഴ്സ് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഒരു സ്ഥാപനത്തിലെ വ്യത്യസ്തരായിട്ടുള്ള ജീവനക്കാരെ അവിടെ പ്രചോദിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. സോ മോട്ടിവേഷൻ ഈസ് എ കോംപ്ലക്സ് പ്രോസസ്. നെക്സ്റ്റ് വി ഷാൾ ഡിസ്കസ് അബൌട്ട് ദ മോട്ടിവേഷൻ പ്രോസസ്. എങ്ങനെയാണ് മോട്ടിവേഷൻ നടക്കുന്നത്? ആ മോട്ടിവേഷൻ പ്രക്രിയ എങ്ങനെ നടക്കുന്നുവെന്ന് നമുക്ക് ഒന്ന് കാണാം. മോട്ടിവേഷൻ പ്രോസസ് ഈസ് ബേസ്ഡ് ഓൺ ഹ്യൂമൻ നീഡ്സ്. വി ഓൾ നോ ഹ്യൂമൻ നീഡ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് മോട്ടിവേഷൻ. ആ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ ഒരാൾ മോട്ടിവേറ്റഡ് ആകുകയുള്ളൂ. സോ മോട്ടിവേഷൻ പ്രോസസ് ഈസ് ബേസ്ഡ് ഓൺ ഹ്യൂമൻ നീഡ്സ്. ആൻ അൺസാറ്റിസ്ഫൈഡ് നീഡ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ക്രിയേറ്റ്സ് ടെൻഷൻ വിച്ച് സ്റ്റിമുലേറ്റ് ഹിസ് ഓർ ഹെർ ഡ്രൈവ്സ്. അപ്പോൾ ഒരാളിലൊരു അൺസാറ്റിസ്ഫൈഡ് നീഡ് ഉണ്ടെങ്കിൽ, സഫലീകരിക്കാത്ത ഒരു ആഗ്രഹം ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ അത് അയാൾ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അത് സഫലീകരിക്കാനൊരു ആഗ്രഹം അയാളിലേക്ക് ഉണ്ടാകുന്നു. ഡ്രൈവ്സ് അയാൾ ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു അഭിലാഷം അല്ലെങ്കിൽ ഒരു ആഗ്രഹം. ആ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ളൊരു ആഗ്രഹം, ഒരു അഭിലാഷം അയാൾ ജനിക്കുന്നു. ദീസ് ഡ്രൈവ്സ് ജനറേറ്റ് എ സെർച്ച് ബിഹേവിയർ ടു സാറ്റിസ്ഫൈ സച്ച് നീഡ്സ്. അപ്പോൾ ആ ഡ്രൈവ് ഉണ്ടാകുമ്പോൾ, അങ്ങനെ ഒരു അഭിലാഷം അയാളിലുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അയാൾ കർമ്മനിരതനാകും.
ആ ആഗ്രഹം സഫലീകരിക്കാനുള്ള പ്രവർത്തനത്തിലേക്ക് അത് അയാളെ നയിക്കും. സോ ദീസ് ഡ്രൈവ്സ് ജനറേറ്റ് എ സെർച്ച് ബിഹേവിയർ. ഒരു പോസിറ്റീവായിട്ടുള്ളൊരു പ്രവർത്തനം അയാളുണ്ടാകുന്നു, അതിന് അനുകൂലമായിട്ടുള്ളൊരു പ്രവർത്തനം അയാളുണ്ടാകുന്നു. ആ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒരു പ്രവർത്തനം അയാൾ ഇനിഷ്യേറ്റ് ചെയ്യുന്നു. ആ ഡ്രൈവ്സാണ് അയാളിൽ ഒരു സെർച്ച് ബിഹേവിയർ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ സെർച്ച് ബിഹേവിയറിലൂടെ അത് സക്സസ് ആകുന്നതിലൂടെ ആ നീഡ് സാറ്റിസ്ഫൈ ആണ് ചെയ്യുന്നത്. ഇഫ് സച്ച് എ നീഡ് ഈസ് സാറ്റിസ്ഫൈഡ്, ദ ഇൻഡിവിജ്വൽ ഈസ് റിലീവ്ഡ് ഓഫ് ടെൻഷൻ. അപ്പോൾ അവിടെ സെർച്ച് ബിഹേവിയർ സക്സസ് ആയിത്തീരുകയും അയാളുടെ നീഡ് സഫലീകരിക്കപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അയാൾക്ക് ടെൻഷൻ ഇല്ലാതായി തീരുന്നു. ആ നീഡ് അയാളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ അയാൾ ടെൻഷൻ അയാളിലുണ്ടാകുന്നു. ആ ടെൻഷനാണ് തീർച്ചയായിട്ടും ആ ആഗ്രഹം സഫലീകരിക്കാനുള്ള ഒരു അഭിവാഞ്ച അയാളിലുണ്ടാക്കുന്നത്. ആ ആഗ്രഹം ഒരു സെർച്ച് ബിഹേവിയറിലേക്ക്, പ്രവർത്തനത്തിലേക്ക് നയിക്കുകയും അത് വിജയിക്കുന്നതിലൂടെ അയാൾ സാറ്റിസ്ഫൈഡ് ആകുകയും അയാളുടെ ടെൻഷൻ കുറയുകയും ചെയ്യുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇവിടെ രാമു എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി, ഹി ഈസ് വെരി ഹംഗ്രി സിൻസ് ഹി ഡിഡ് നോട്ട് ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് ഇൻ ദ മോർണിംഗ്. രാവിലെ ഫുഡ് കഴിക്കാതാണ് സ്കൂളിൽ വന്നിരിക്കുന്നത്. ഡ്യൂറിങ് ഇൻ്റർവൽ ടൈം ഹി ബിക്കം റെസ്റ്റ്ലെസ്. ഇൻ്റർവൽ ആയപ്പോഴത്തേക്ക് എന്തെങ്കിലും കഴിക്കണമെന്നുള്ള ആഗ്രഹം അവനിലുണ്ടാകുകയാണ്. അവിടെ ആ വിശപ്പെന്ന് പറയുന്നത് അവനിലൊരു നീഡ് ക്രിയേറ്റ് ചെയ്യുന്നു. അവനെ മോട്ടീവ് എന്ന് പറയുന്നത് ആ ഹങ്കറാണ് അവനെ മോട്ടീവ് ചെയ്യുന്നത്. അപ്പോൾ ആ വിശപ്പെന്നുള്ള ആ ഒരു കാര്യം അയാളിൽ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഡ്യൂറിങ് ഇൻ്റർവൽ ടൈം ഹി ബിക്കം റെസ്റ്റ്ലെസ്. ആ വിശപ്പ് കൊണ്ട് എന്താണ്, അവൻ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുക, അവൻ റെസ്റ്റ്ലെസ് ആകുകയാണ്. അപ്പോൾ ആ ഒരു ടെൻഷൻ തീർച്ചയായിട്ടും അവനിലേക്ക് ഒരു പ്രവർത്തനം, ആ ആഗ്രഹം, വിശപ്പ് മാറ്റുക എന്നുള്ള അതിലേക്ക് നയിക്കുകയാണ് അവനെ. സോ ഹി സ്റ്റാർട്ടഡ് വാക്കിംഗ് ഓൺ ദ റോഡ് ഇൻ സെർച്ച് ഓഫ് എ ഹോട്ടൽ ഫോർ സ്നാക്സ്. അവനൊരു ഹോട്ടൽ അന്വേഷിച്ച് പോകുന്നു. ആ സെർച്ച് ബിഹേവിയർ അവിടെ ഉണ്ടാകുന്നു. ആ ഹങ്കർ എന്ന് പറയുന്ന ഇന്നർ ഫീലിംഗ് അവനിൽ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ആ വിശപ്പടക്കാനുള്ള പ്രവർത്തനത്തിലേക്കാണ് അവനെ അത് നയിക്കുന്നത്. അപ്പോൾ ആ ഡ്രൈവ്, ആ അഭിലാഷം അവനിൽ ഉണ്ടാകുന്നു. അവൻ എന്ത് ചെയ്യുന്നു, സെർച്ച് ബിഹേവിയറിലേക്ക് നീങ്ങുകയാണ്. ഹി സ്റ്റാർട്ടഡ് വാക്കിംഗ് ഓൺ ദ റോഡ് ഇൻ സെർച്ച് ഓഫ് ദ ഹോട്ടൽ ഫോർ സ്നാക്സ്. ആഫ്റ്റർ വാക്കിംഗ് ഫോർ 200 meters ഹി ഫൈൻഡ് എ ഹോട്ടൽ, give order for the snacks. After eating the snacks, he felt that he had regained energy. അപ്പോൾ അവിടെ അവൻ ഹോട്ടലിലെത്തി ഫുഡ് ഓർഡർ ചെയ്ത് ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ he becomes satisfied. And tension, he overcome the tension. After eating the snacks, he felt that he had regained energy. അവൻ റെസ്റ്റ്ലെസ് ആയിരുന്നു, കാരണം വിശപ്പ് കാരണം അവൻ റെസ്റ്റ്ലെസ് ആയിരുന്നു. അപ്പോൾ അത് അവനിൽ ആ വിശപ്പടക്കാനുള്ള പ്രവർത്തനത്തിലേക്ക് നയിച്ചു. അവൻ ഹോട്ടലിലെത്തി ഫുഡ് കഴിച്ചപ്പോൾ അവൻ്റെ ടെൻഷൻ റിലീവ് ചെയ്തു, അവൻ സാറ്റിസ്ഫൈഡായി. ഇതാണ് യഥാർത്ഥത്തിൽ നടക്കുന്ന മോട്ടിവേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോസസ്സിൻ്റെ വിവിധ സ്റ്റെപ്സ് നമുക്കൊന്ന് കാണാം. ഒരാൾ അൺസാറ്റിസ്ഫൈഡ് നീഡ് ഉണ്ടാകുന്നു. രണ്ടാം ഘട്ടത്തിൽ അത് ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ അത് അവനിൽ ആ ടെൻഷൻ നീക്കാനുള്ള ഒരു ഡ്രൈവിലേക്ക്, ഒരു അഭിവാഞ്ചയിലേക്ക്, ഒരു ആഗ്രഹത്തിലേക്ക്, ഉത്കടമായിട്ടുള്ള ഒരു ആഗ്രഹത്തിലേക്ക് അത് നയിക്കുന്നു. അവിടെ ഡ്രൈവ്സ് ഉണ്ടാകുന്നു. അതിലൂടെ ഒരു സെർച്ച് ബിഹേവിയർ ഉണ്ടാകുന്നു. ആ സെർച്ച് ബിഹേവിയർ സക്സസ് ആയിക്കഴിഞ്ഞാൽ എന്താണ്, നീഡ് സാറ്റിസ്ഫൈ ചെയ്യപ്പെടുന്നു. ആൻഡ് ദർ ഈസ് റിഡക്ഷൻ ഇൻ ടെൻഷൻ. ഇതാണ് യഥാർത്ഥത്തിൽ മോട്ടിവേഷൻ പ്രോസസ്സിൽ നടക്കുന്നത്. മോട്ടിവേഷൻ എന്ന് പറയുന്ന പ്രക്രിയ ഇതാണ്. ഒരാൾ മോട്ടിവേറ്റഡ് ആയിത്തീരുന്നു.
നോക്കാം. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്ന അൺസാറ്റിസ്ഫൈഡ് നീഡ്സ് ആണ്. അവിടെ വിശപ്പെന്ന് പറയുന്ന ഒരു അൺസാറ്റിസ്ഫൈഡ് നീഡ് ഉണ്ടാകുന്നു. ദാറ്റ് ക്രിയേറ്റ് ടെൻഷൻ. ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യണത്. ആ ടെൻഷൻ ഡ്രൈവ്സിലേക്ക് മാറുന്നു. ആ ആഗ്രഹം സഫലീകരിക്കാനുള്ള ഒരു തീവ്രമായ ആഗ്രഹത്തിലേക്ക് അത് വഴിവെക്കുന്നു. അപ്പോൾ അവിടെ എന്തുണ്ടാകുന്നു? അടുത്ത് സെർച്ച് ബിഹേവിയർ ഉണ്ടാകുന്നു. ആ വിശപ്പടക്കാനുള്ളൊരു ആഗ്രഹം ഒരു റെസ്പോൺസിലേക്ക് വരികയാണ്, ഒരു സെർച്ച് ബിഹേവിയറിലേക്ക്. അത് ആ കുട്ടിയുടെ കരച്ചിലിലേക്ക് മാറുന്നു. അപ്പോൾ ആ കുട്ടിക്ക് ആ കരച്ചിലിൻ്റെ ഫലമായിട്ട് ഫുഡ് ലഭിക്കുന്നു. അവിടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഫുഡ് ലഭിച്ചു കഴിയുമ്പോൾ അവിടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്തു, റിലാക്സ് ചെയ്ത് കുട്ടി. അവിടെ റിഡക്ഷൻ ഇൻ ടെൻഷൻ നടക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ മോട്ടിവേഷൻ പ്രോസസ്സ് നടക്കുന്ന സ്റ്റെപ്സ്. അൺസാറ്റിസ്ഫൈഡ് നീഡ് ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതിൽ നിന്ന് ഡ്രൈവ്സ് ഉണ്ടാകുന്നു. അത് ഇതിലേക്ക് നയിക്കുന്നു? സെർച്ച് ബിഹേവിയറിലേക്കും. അവിടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുകയും ടെൻഷൻ റെഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ദിസ് ഈസ് ദ മോട്ടിവേഷൻ പ്രോസസ്. ദെൻ നെക്സ്റ്റ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് മോട്ടിവേഷൻ. മോട്ടിവേഷൻ്റെ പ്രാധാന്യം പ്രധാനപ്പെട്ട 5 പോയിന്റുകളിലൂടെ നമ്മളിവിടെ ചർച്ച ചെയ്യുകയാണ്. മോട്ടിവേഷൻ്റെ പ്രാധാന്യം എന്താണ്? ഫസ്റ്റ് പോയിന്റ്, മോട്ടിവേഷൻ ഇംപ്രൂവ്സ് എഫിഷ്യൻസി ആൻഡ് പെർഫോമൻസ്. എഫിഷ്യൻസിയും പെർഫോമൻസും മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് മോട്ടിവേഷൻ സഹായിക്കുന്നു. ബിക്കോസ് ഇറ്റ് ബ്രിഡ്ജസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ എബിലിറ്റി ആൻഡ് വില്ലിങ്നെസ് ടു വർക്ക്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു വെച്ച കാര്യം അതാണ്. എബിലിറ്റി ഉണ്ടായി എന്ന് കരുതിയിട്ട് എല്ലാവരിൽ നിന്നും മാക്സിമം എഫർട്ട് ഉണ്ടാകുന്നില്ല. ചിലർ ജോലിയിൽ ഉഴപ്പുന്നു, അല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്യാൻ താല്പര്യമില്ലാത്തവരായി മാറുന്നു. അപ്പോൾ എബിലിറ്റിയെയും വില്ലിങ്നെസ്സിനെയും സംയോജിപ്പിക്കാൻ കഴിവുള്ള എല്ലാവരും കഠിനാധ്വാനം ചെയ്യണമെന്നില്ല. അപ്പം കഴിവുള്ള ഒരാളെ വില്ലിങ്നെസ് ആക്കണമെങ്കിൽ അവിടെ മോട്ടിവേഷൻ ആവശ്യമുണ്ട്. സോ മോട്ടിവേഷൻ ഹെൽപ്സ് ടു ഇംപ്രൂവ് എഫിഷ്യൻസി ആൻഡ് പെർഫോമൻസ് ഓഫ് എംപ്ലോയീസ് ഇൻ ആൻ ഓർഗനൈസേഷൻ because it bridges the gap between ability and willingness to work. രണ്ടാമതായി, ഇറ്റ് ക്രിയേറ്റ്സ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാൾക്ക് മാത്രമേ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. We know the rewards and encouragements develop a positive approach towards the work. ആൾക്കാർക്ക് ജോലി ചെയ്യാനൊരു താല്പര്യമുണ്ടാകുന്നു. അവർക്ക് തങ്ങളുടെ അധ്വാനത്തിന് തക്കതായിട്ടുള്ള പ്രതിഫലം ലഭിക്കുന്നുണ്ട്. സ്ഥാപനത്തിന് നല്ല പ്രോത്സാഹനം ലഭിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യുകയും അത് കഠിനാധ്വാനത്തിന് വഴിതെളിക്കുകയും ചെയ്യും. അപ്പോൾ ജീവനക്കാരിൽ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുന്നതിൽ മോട്ടിവേഷൻ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ജീവനക്കാർക്ക് ആവശ്യമുള്ള റിവാർഡുകൾ കൊടുക്കുക, അവർക്ക് വേണ്ട എൻകറേജ്മെൻറ്റുകൾ കൊടുക്കുക, അതിലൂടെ ഒരു പോസിറ്റീവ് അപ്രോച്ച് ഉണ്ടാകുകയും അത് സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ വേഗത്തിൽ നേടിയെടുക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ദെൻ മൂന്നാമതായി, ഇറ്റ് റെഡ്യൂസസ് ദ എംപ്ലോയീസ് ടേൺ ഓവർ ആൻഡ് ആബ്സെൻറ്റിസം. എംപ്ലോയി ടേൺ ഓവറും ആബ്സെൻറ്റീസവും റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു. സ്ഥാപനത്തിൽ നിന്നും ജീവനക്കാർ കൊഴിഞ്ഞു പോവുക, ജീവനക്കാർ അടിക്കടി സ്ഥാപനത്തിൽ മാറിപ്പോവുക. മോട്ടിവേറ്റഡ് ആയിട്ടുള്ള വർക്കേഴ്സ് ആണെങ്കിൽ സ്ഥാപനത്തിൽ തുടരാൻ അവർക്ക് താല്പര്യമുണ്ടാകും. ഇപ്പോൾ എംപ്ലോയീസ് ടേൺ ഓവർ വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ജീവനക്കാർ അടിക്കടി സ്ഥാപനത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു, അത് സ്ഥാപനത്തിന് ഗുണകരമല്ല. അപ്പോൾ മോട്ടിവേറ്റഡ് വർക്കേഴ്സ് തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരായിരിക്കും. അതിലൂടെ അവരിലുള്ള ആബ്സെൻറ്റീസം കുറയ്ക്കാൻ കഴിയും. നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് സ്ഥാപനത്തിൽ വരാതിരിക്കുന്ന ഒരുപാട് ജീവനക്കാരുണ്ട്. വർക്കിനോട് താല്പര്യമില്ലാത്ത
ജീവനക്കാരുണ്ട്. ആ മോട്ടിവേഷൻ്റെ ആബ്സൻസാണ് അവരെ ഹാർഡ് വർക്കിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത്. അപ്പോൾ ആബ്സെൻറ്റിസവും എംപ്ലോയീസ് ടേൺ ഓവറും റെഡ്യൂസ് ചെയ്യുന്നതിന് മോട്ടിവേഷൻ സഹായിക്കുന്നുണ്ട്. മോട്ടിവേഷൻ ക്രിയേറ്റ്സ് കോൺഫിഡൻസ് ആൻഡ് മൊറൈൽ എമംഗ് ദ വർക്ക് ഫോഴ്സ്. അപ്പോൾ ജീവനക്കാർക്കിടയ്ക്ക് ആത്മവിശ്വാസവും സ്ഥാപനത്തോടെ ഒരു കൂറും വിശ്വസ്തയും ഉണ്ടാക്കാൻ മോട്ടിവേഷൻ സഹായിക്കുന്നുണ്ട്. ആൻഡ് ഫോർത്തലി സ്പീക്കിംഗ്, ഇറ്റ് ഹെൽപ്സ് ഇൻ ദ അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷണൽ ഗോൾസ്. മോട്ടിവേറ്റഡ് വർക്കേഴ്സ് ആണ് സ്ഥാപനത്തിലെ ലക്ഷ്യങ്ങൾ എളുപ്പത്തിൽ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത്. മോട്ടിവേഷൻ ക്രിയേറ്റ്സ് വില്ലിംഗ്നെസ് ടു വർക്ക് ആൻഡ് ലീഡ്സ് ടു അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷണൽ ഗോൾസ്. സ്ഥാപന ലക്ഷ്യങ്ങൾ അനായാസം നേടിയെടുക്കാൻ വേണ്ടി അവിടുള്ള വർക്കേഴ്സിനെ പ്രചോദിപ്പിക്കുന്നത് ഏറെ സഹായകരമാണ്. ആൻഡ് ലാസ്റ്റ് വൺ, ഇറ്റ് ഹെൽപ്സ് ടു അക്സെപ്റ്റ് ചേഞ്ചസ്. മോട്ടിവേഷൻ ഹെൽപ്സ് ടു അഡോപ്റ്റ് ചേഞ്ചസ് വിത്തൗട്ട് എനി ഹെസിറ്റേഷൻ. മാറ്റങ്ങളെ എതിർക്കുന്ന ഒരു സ്വഭാവമാണ് പൊതുവെ ജീവനക്കാർക്കുള്ളത്. എന്നാൽ മോട്ടിവേറ്റഡ് വർക്കേഴ്സ് ആകുമ്പോൾ തീർച്ചയായിട്ടും മാറ്റങ്ങളെ സ്വീകരിക്കാനും മാറ്റങ്ങളെ അനുകൂലിക്കാനും അതിനനുസരിച്ച് അവരിൽ മാറ്റം വരുത്താനും താല്പര്യം ഉണ്ടാവും. സോ മോട്ടിവേഷൻ ഹെൽപ്സ് ടു അക്സെപ്റ്റ് ചേഞ്ചസ്. മോട്ടിവേറ്റഡ് വർക്കേഴ്സ് മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാകും. സോ മോട്ടിവേഷൻ ഹെൽപ്സ് ടു അഡോപ്റ്റ് ചേഞ്ചസ് വിത്തൗട്ട് എനി ഹെസിറ്റേഷൻ. ഒരു എതിർപ്പുമില്ലാതെ മാറ്റങ്ങളോടൊപ്പം സ്ഥാപനത്തിൽ മാറ്റം വരുത്താൻ ജീവനക്കാർ മോട്ടിവേറ്റഡ് ആയിരിക്കണം. അപ്പം മോട്ടിവേറ്റഡ് വർക്കേഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും മാറ്റങ്ങൾ സ്ഥാപനത്തിൽ അനായാസം കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഉചിതമായ മോട്ടിവേഷൻ ടെക്നിക്കുകൾ മാനേജർമാർ ഉപയോഗപ്പെടുത്തി ജീവനക്കാരെ കൂടുതൽ പ്രചോദിപ്പിച്ചുകൊണ്ട് സ്ഥാപന ലക്ഷ്യം വേഗത്തിൽ നേടിയെടുക്കാൻ കഴിയും. അപ്പോൾ മോട്ടിവേഷൻ്റെ പ്രാധാന്യമാണ് നമ്മൾ ചർച്ച ചെയ്തത് പ്രധാനപ്പെട്ട 5 പോയിൻറ്റുകളിലൂടെ. തുടർന്നുള്ള ക്ലാസ്സുകളിലും മോട്ടിവേഷൻ്റെ തിയറികൾ നമ്മൾ കാണുന്നുണ്ട്, മോട്ടിവേഷൻ ടെക്നിക്സ് നമ്മൾ കാണുന്നുണ്ട്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും വിട. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.